ഹായ് കൂട്ടുകാരെ, ഞാനിതാ ഒരു ചെറിയൊരു ഞണ്ട് കറിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഞണ്ട് ഇതെല്ലാം വൃത്തിയാക്കിയെല്ലാം വെച്ച് നമ്മൾ ചട്ടിയിലേക്ക് മാറ്റി, എന്നിട്ട് അതിൽ നമ്മൾ തക്കാളി ഞണ്ടെല്ലാം വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ ഇടാൻ പോകുന്നത് മഞ്ഞൾ, മുളക്, മല്ലി വറുത്ത് എല്ലാം ഇട്ട് നല്ലോണം ഒന്ന് മിക്സാക്കി, തക്കാളി, ഉള്ളി, പച്ചമുളക് എല്ലാം ഇട്ടിട്ട് നല്ലോണം ഒന്ന് മിക്സാക്കുക. മഞ്ഞൾ നല്ലതുപോലെ ഇടണം, എന്നാൽ കറിയിലേക്ക് ഒരു മഞ്ഞ കളറൊന്നും കാണില്ല. അതുകൊണ്ട് നല്ല മഞ്ഞൾ മുളകെല്ലാം ഇട്ട് മിക്സാക്കി, അതിന് ശേഷം അതിലേക്ക് തക്കാളി, ഉള്ളി, പച്ചമുളക് എല്ലാം ഇടുക. എന്നിട്ട് ഇഞ്ചി, വെളുത്തുള്ളി എല്ലാം ചേർക്കണം. എല്ലാം ചേർത്ത് നല്ലതുപോലെ വേവിക്കണം. ഞണ്ടിന് നല്ല വേവുണ്ട്. നല്ലപോലെ വേവിച്ച് എല്ലാം കൂടെ മിക്സാക്കി നല്ലതുപോലെ ഒന്ന് വേവിച്ചെടുക്കുക. വേണ്ടിക്കിൽ ഒരു ഉടമ്പുളി ഇടുക. ഒരു ചെറിയൊരു പുളിക്ക് വേണ്ടി തക്കാളീൻ്റെ പുളി ഉണ്ടാവും, എന്നാൽ കുറച്ച് ഉടമ്പുളി ഇട്ടിട്ട് നല്ലതുപോലെ സ്റ്റവ് വെച്ച് നല്ലോണം വേവിക്കുക. നല്ല വേവിച്ച് വെന്ത് വരുമ്പോൾ അതിലേക്ക് കുറച്ച് തേങ്ങയും ജീരകവും കുരുമുളകും എല്ലാം കൂടെ വറുത്ത് പൊടിച്ചിട്ടിടണം. ഇതൊന്ന് പാകമായിട്ട് വരട്ടെ. നല്ലതുപോലെ നല്ലോണം ഞണ്ട് നല്ലോണം വെന്ത് പാകമായിട്ട് വരുന്നുണ്ട്. അതിലേക്ക് കുറച്ച് തേങ്ങ അരച്ചത് ചേർക്കുക. കുറച്ച് കൊത്തമ്പരിൻ്റെ ചെയ്യാൻ വേണ്ടി കുറച്ച് തേങ്ങ അരച്ച് ചേർക്കുക. എന്നിട്ട് അതിലേക്ക് വറുത്തിടാനും വെച്ച് വറവിടാൻ വെച്ചു, ഉള്ളി വറവിടാൻ വെച്ചു. അതിൽ കുറച്ച് കറിവേപ്പില ഇടുക. ജീരകവും കുരുമുളകും ജീരകവും കൂടെ നല്ലതുപോലെ വറുത്ത് പൊടിച്ചിട്ട് വാങ്ങുന്നതിന് കുറച്ച് മുമ്പിലേ ആയിട്ട് നല്ലോണം ചേർക്കണം. കുരുമുളകും ജീരകവും വറുത്ത് വെച്ചിട്ടുണ്ട്, അതും ചേർക്കുമ്പോൾ അതിൻ്റെ ടേസ്റ്റ് വരിക. കുരുമുളകും ചേർത്താൽ നല്ല മണം അടിക്കും. നല്ല ടേസ്റ്റുള്ള ഒരു വായിൽ വെള്ളം ഊറുന്ന ശേഷമുള്ള നല്ലൊരു മണം വരും. പിന്നെ അതിൽ ഉള്ളിയും വറവിട്ടാൽ പച്ചക്കറിവേപ്പിലയോട്ട് വാങ്ങുക. ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ചതച്ച് പയ്യെ അതിലേക്ക് ചേർക്കുക. നല്ല അടിപൊളി ഞണ്ട് കറിയായി. അതിൻ്റെ ഉള്ളി വറവ് ഇടുക. നല്ല വറ്റിച്ചെടുത്താൽ അത് പുതിയ ചട്ടി ആയതുകൊണ്ട് ആ ചട്ടിയിൽ കുറച്ച് ചാറോട് കൂടെ എടുത്തില്ലേ പിന്നെ അത് വെച്ചും വറ്റിയിട്ട് വരട്ടിയ പോലെ ആയിപ്പോൾ. അതുകൊണ്ട് കുറച്ച് വെള്ളത്തോടു കൂടെ വാങ്ങി വെക്കുക. ഇത് ചട്ടിയാകുമ്പോൾ ഒന്ന് വെള്ളം പിരിയും. അതുകൊണ്ട് ഞണ്ട് കറി റെഡി ആയിട്ടുണ്ട്. അതിലേക്കൊരു ഉള്ളി വറവും കൂടി ചേർക്കുക. എല്ലാം പാകമായി, ഇടവെള്ളം വറ്റി നല്ല റെഡിയായി വന്നു. ഞണ്ട് കറീൻ്റെ നല്ല മണവും വന്നു. ഉള്ളി അധികം കരിയാൻ പാടില്ല. അത് നല്ല ചുവപ്പ് കളറാകുമ്പം ഉള്ളി വറവ് കിട്ടും. അടിപൊളി ഞണ്ട് കറി റെഡിയായി.